കുഞ്ഞെ, ഒരു കാര്യം, നരേന്ദ്രൻ സാറിന്റെ സ്വഭാവം മാറിയാലോ. കണ്ണിന്റെ മുമ്പേ കാണുന്നത് ഒഴിച്ച് ബാക്കി എല്ലാ സാറിന് അന്ധവിശ്വാസങ്ങളാണ്. ഈ ഹായ് പൂവും സാറിനെ സംബന്ധിച്ച് ഭാര്യയെ കളിയാക്കുള്ള ഒരു വസ്തുവാ. അതുകൊണ്ട് ഇപ്പം പറയണ്ട കേട്ടാ. അതിനെ പേഴ്സ് നിറയെ കാശായി കഴിഞ്ഞിട്ട് നമുക്ക് രഹസ്യം പൊട്ടിക്കാം. പേടിച്ചു പോയല്ലോ. പേടിച്ചുപോയി. അപ്പൊ പറയണ്ടല്ലേ. അയ്യടാ, എന്തിനാ അവിടെ ഒരു മാക്രി? പറയരുത്. അത് ഒന്നുമില്ല, വെറുതെ ഒരു വിശ്വാസത്തിന്. നീ എന്താ ഈ പറയുന്നത്? അതൊക്കെ ഉണ്ട്, ഞാൻ പിന്നെ പറയാം. ആരോ വന്നു, ഞാൻ നോക്കിട്ട് വരെ. എന്താ? ശ്രീദേവി ചേച്ചി തന്നതാ 100 രൂപ. ഇതിവിടെ തന്നേക്കാൻ പറഞ്ഞു. ഓ ശരി. തിരിച്ചു കിട്ടില്ലെന്ന് വിചാരിച്ച 100 രൂപ ഞാൻ കടം കൊടുത്ത 100 രൂപ. ഇതിനാണ് ഇങ്ങനെ സന്തോഷ കണ്ണീർ വന്ന് നിറയണത്. എന്റെ കുഞ്ഞെ, ഇനി വരാൻ കിടക്കുന്ന കാശുകെട്ടുകൾ വെച്ച് നോക്കുമ്പോ ഇത് വലത് കാശാണോ? എന്നാലും ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ ചേച്ചി. 100 രൂപയും കൂടെ കിട്ടിയിട്ടുണ്ട്. 100 രൂപയുടെ കിട്ടിയിട്ടുണ്ടോ? ഇതെന്ത് ലേലം വിളിയാ? ഇത് ലേലം വിളി തന്നെ. രൂപ ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരുന്ന ഒരു ലേലം വിളി. അവസാനം രൂപ കൊണ്ട് വീട് നിറയുമ്പോ ലേലം സ്ഥിരപ്പെടുത്തും. വരട്ടെ, എല്ലാം താനെ തെളിയും. അയ്യോ, അതെ 100 രൂപ. അയ്യോ, അല്ല, അത് കടലാസ് ഞാൻ വിചാരിച്ചു 100 രൂപ. ദൂരത്തെ ഒരു 2 മാക്കാൻ രാജാവിനെ എനിക്കൂടെ കൊണ്ടുവരുന്നേ. 100 രൂപ കടലാസ്. എന്റെ മാക്കാനേ, സത്യമാണല്ലോ ചേച്ചി? ചോദിച്ചു നോക്ക്, സത്യമാണോ കള്ളമാണെന്ന് ചോദിച്ചു നോക്ക്. അവിടെ പണം വന്ന് പ്രവഹിക്കുക. ഹായ്പ് വന്ന് വീട്ടിനകത്ത് കയറി വിയർപ്പ് മാറ്റിയില്ല. അതിനിടയ്ക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരാൻ തുടങ്ങി രൂപ. ഞാൻ ഈ കട്ടിലിന്റെ അടി തൂത്ത് തുടച്ചപ്പോണ്ടല്ലോ അവിടെ കിടക്കുന്ന രൂപ 200. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കളഞ്ഞു പോയതാണോ? ചേ, കളഞ്ഞു പോയതല്ല കുഞ്ഞെ, കളി, ഹായ്പൂവിന്റെ കളി. ചേച്ചി, എനിക്കും വേണം ചേച്ചി 1-2 ഹായ്പൂ തവളകളെ. 1-2 ഒന്നും പറ്റൂല. ഒരെണ്ണം സംഘടിപ്പിച്ച് തരാം, ഒരെണ്ണം. പിന്നെ ഇതിന് ചക്ര ചെലവുണ്ട്. ചെലവാക്കാം, ചക്രം ചെലവാക്കാം. ഹായ്പൂ ഹായ്പൂ യെസ് പപ്പ, ഹായ്പൂ ഹായ്പൂ യെസ് പപ്പ, ലാ 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 ലാ. ഹായ്പൂ ഹായ്പൂ യെസ് പപ്പ, ലാ 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 ലാ. ഹായ്പൂ ഹായ്പൂ യെസ് പപ്പ, ഹായ്പൂ. അന്ന് കിട്ടിയ തവളയും ചേച്ചി. ഇത് കണ്ട 2 രൂപ മാക്രിയുടെ വില മാറിയ കണ്ട. ഇതിനാണ് മച്ചമ്പി പറയുന്നത് കുപ്പയിൽ നിന്ന് കനകം വിളയിക്കാന്ന്. ഇതുകൊണ്ടൊന്നും തീർന്നില്ല, ഇതിന്റെ വില ഇനിയും കൂടും. ഹായ്പൂ ഹായ്പൂ യെസ് പപ്പ, ഹായ്പൂ ഹായ്പൂ യെസ് പപ്പ. സത്യം പറഞ്ഞ നമ്മുടെ നല്ല കാലം തെളിഞ്ഞു അല്ലേ ശാരദ? നരേട്ടനെന്തോ കാര്യങ്ങളങ്ങ് ബോധ്യം വന്നിട്ടില്ല. ചിലരങ്ങനെയാ, തെളിവ് കിട്ടിയാലും വിശ്വസിക്കില്ല. അല്ല, ഈ മന്ത്രവസ്തുക്കൾ എന്ന് പറഞ്ഞത് സത്യമാണോ നാത്തൂനെ? എനിക്ക് സംശയം ഉണ്ടായിരുന്നു, അപ്പൊ ബോധ്യായി സത്യം തന്നെയാ. 100% സത്യം തന്നെയാ. രുദ്രാശം, മാന്ത്രിക ചരടുകൾ, ചൈനീസ് പ്രതിമകൾ, ഇതിനൊക്കെ ശക്തിയുണ്ട്. ഞാനേ വീടിന്റെ മുമ്പിൽ ഒരു ബോർഡ് വെക്കാൻ പോവാ. എന്താ നാത്തൂനെ? ഹായ്പൂ ഈവിന്റെ ഐശ്വര്യം എന്നിട്ടൊരു ഫോട്ടോയും വെക്കും ഞാനിങ്ങനെ അതിന്റെ. എന്തായാലും പേര് കൊള്ളാം, ഹായ്പൂ. ചൈനീസ് പ്രതിമയല്ലേ, അപ്പൊ ചൈനീസ് പേരും ഹായ്പൂ. ഹായ്പൂ. ചേച്ചി, നമുക്ക് 2-3 ഹായ്പൂനും കൂടെ വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് ഇരട്ടി പൈസ ഉണ്ടാക്കണം. എന്നിട്ട് വീട് നിറയെ പൈസ. ഹായ്പൂ കിടന്ന് പൊടിക്കണ പൊടി കണ്ട.
ഇത്രയും പ്രതീക്ഷിച്ചില്ല ചേച്ചി. ഇത്രയും ശക്തി ഉണ്ടെന്ന് വിചാരിച്ചില്ല. ചില വീട്ടിലൊക്കെ ഫാങ്ഷുയി എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോ ഞാൻ വിചാരിച്ചു വെറുതെയാണെന്ന്. ഓരോ കാര്യത്തിനും ഓരോ അർത്ഥങ്ങളും വ്യാപ്തിയുണ്ട്. പിന്നെ അയ്യോ അത് പൈസയല്ലേ? അയ്യോ കുപ്പിയുടെ എന്റെതാ ഇതൊക്കെ? വണ്ടിയുടെ മുമ്പിൽ ചാടി ചത്തോളാന്ന് നേർച്ച ഇട്ടാണോ രാവിലെ ഇറങ്ങിയത്? എന്നതാ കൈഫോ? ഇല്ല ഒന്നുമില്ല. എന്തോ തരികിടയാണല്ലോ. ഞങ്ങള് മാർക്കറ്റിൽ പോവായിരുന്നു. അപ്പൊ റോഡിൽ പൈസ കിടക്കും പോലെ തോന്നി, അതെടുക്കാൻ തുടങ്ങിയതാ. നമുക്ക് നടക്കാൻ കുഞ്ഞേ, സമയാവും. പിന്നെ ഓഫീസിൽ PF കോൺട്രിബ്യൂഷൻ ഇട്ടിരുന്നല്ലോ, അത് റിട്ടേൺ ചെയ്യുക. ചെക്ക് അടുത്ത ആഴ്ച വീട്ടിൽ വരും. എന്താ? ഓഫീസ് ജോലി വിട്ടില്ലയോ? PF ഇട്ടിരുന്ന തുക ഇൻട്രസ്റ്റ് സഹിതം തിരിച്ചു കിട്ടുമെന്ന്. മുക്കും മൂലം പറയാതെ കാര്യം എന്നതാന്ന് വെച്ചാ വ്യക്തമായിട്ട് പറ. അതായത് ഒന്നുമില്ല, വെറുതെ ചുമ്മാ വെറുതെ ചേർത്ത് വെക്കോ. അപ്പൊ ചെക്ക് അടുത്ത ആഴ്ച വരും. വാ കേറ്, മാർക്കറ്റിൽ വിടാം. വേണ്ട എഴുതി, ഞങ്ങള് നടന്നു വെക്കോളാം. അതെ ഞങ്ങൾ നടന്നു വെക്കോളാം, അതാ നല്ലത്. കാശ് നോക്കി പോവാലോ. എന്നതാ? അല്ലല്ല, ഈ കാശെന്ന് പറയുന്നത് വിലയുള്ളതാണല്ലോ, അത് നമ്മള് നോക്കിക്കൊണ്ടിരിക്കണല്ലോ. അങ്ങനെ വണ്ടിയിലോട്ട് കയറണം. സൂക്ഷിച്ച് അടയ്ക്കട്ടാ, അടയ്ക്കണം. അതെ പറഞ്ഞാലെന്താ? ഹായ്ഫിനെ പറ്റി മറിച്ചെടുത്തിട്ട് പറഞ്ഞാലെന്താ? പിന്നെ കുഞ്ഞങ്ങോട്ട് പറഞ്ഞു വിടണം. എന്റെ കുഞ്ഞെ, ഇതിനെ കുറിച്ച് അറിഞ്ഞാലേ എല്ലാ അണ്ണന്മാരും വീട്ടിലെ ഹായ്പ് വാങ്ങിച്ചു വെക്കും. ഒരു ഏരിയയിൽ ഇത്ര രൂപയാണെന്ന് അലോട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും രൂപ ഒരാൾക്ക് തന്നെ കിട്ടുന്നതാണോ നല്ലത്, അതോ അത് വീതിച്ചു കൊടുക്കുന്നതാണോ നല്ലത്? നമുക്ക് മാത്രം മതിയല്ലേ? പിന്നല്ലാതെ ഒരു പെങ്കൊച്ച് വളർന്നു വരെയാണ്. ഹായ്പു സഹായിച്ചു 10 കാശ് സമ്പാദിക്കാൻ നോക്കണം. വരണം, നമുക്ക് നോക്കി നടക്കാം. അയ്യേ കുപ്പിയുടെ അടപ്പ്. സിഗരറ്റിന്റെ കൂട്. എന്ത് കുഞ്ഞെ ഹായ്പൂനെ തന്നെ നോക്കി നിൽക്കണത്? അല്ല ചേച്ചി, ഇതുപോലെ ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോ ഇവിടെ നാത്തൂനെ പോലെ എനിക്കും സുഗുണേട്ടനും സന്തോഷിച്ച് കഴിയായിരുന്നു. അയ്യോ, അതെങ്ങനെ സന്തോഷിക്കും കുഞ്ഞേ? അല്ല, ഹായ്പൂനെ വെച്ച കാശ് വരുമല്ലോ. കാശ് വന്നിട്ട് ഞാനും സുഗുണേട്ടനും കൂടിയേ കാശൊക്കെ അങ്ങ് ശേഖരിക്കും. ശേഖരിച്ചിട്ട് ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീട് വാങ്ങും. വീട് വാങ്ങിയിട്ട് ഞാനും സുഗുണേട്ടും സ്വസ്ഥമായിട്ട് അങ്ങോട്ട് ജീവിക്കും. കാശായി കഴിഞ്ഞാലേ സുഗുണേട്ടിന് പിന്നെ ജോലിക്കൊന്നും പോകണ്ടല്ലോ, സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് അങ്ങ് ജീവിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും സ്വസ്ഥവും സമാധാനമായിട്ടല്ലേ ജീവിക്കുന്നത്? ജോലിക്ക് പോണില്ല, സ്വന്തം വീട് പോലൊരു വീടുണ്ട്. അപ്പൊ പിന്നെ കാശ് ചെലവാക്കിയിട്ട് ഒരു ഹായ്പൂനെ വാങ്ങണോ? അല്ല, പറയുമ്പോൾ അത് നേരാണല്ലോ. ഹായ്പു വേണ്ട അല്ലേ? പിന്നല്ലാതെ വെണ്ണയുണ്ടെങ്കിൽ നറുനായി വേറിട്ട് കരുതിയിടണമോ? സഹോദരന്റെ വീട്ടിൽ വന്ന് ഓസിനുണ്ട് ഇറങ്ങുമ്പോൾ പിന്നെ എന്തിനു ഒരു ഹായ്പു? എന്താ സുനേട്ടാ? ഇപ്പതാ ഈ ഹൈപ്പ് വന്നതിന് ശേഷം ചില മാറ്റം മറിച്ചിലേക്ക് വന്നില്ലേ, അതുപോലെ നമ്മുടെ ജീവിതവും മാറ്റിമറിക്കാൻ പറ്റുമെന്ന് നോക്കാൻ പോവുകയാണ്. ഇതെന്താ? ഇതൊരു വാസ്തു പ്രതിമ തന്നെ. ഇത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് സ്ഥാപിക്കണം, എന്നിട്ട് നേട്ടം വരുത്തണം. നേട്ടം അല്ല സുനേട്ടാ, ഇതിങ്ങനെ വെറുതെ കൊണ്ടുവന്ന് വെച്ചാ നേട്ടം വരുമോ? ഇതിന് ചില സ്ഥാനമൊക്കെ ഉണ്ട്. അതുമല്ല, അയ്യോ, ഇവിടെ ഈ ആയ്പൂന്റെ അടുത്ത് വെച്ചാലേ
അവർക്കല്ലേ നേട്ടം വരൂ. ഒരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് നമ്മുടെ മുറിയിൽ വയ്ക്കാം. ഒരാഴ്ച വാച്ച് ചെയ്യാം. എന്തൊക്കെയാണ് ജീവിതത്തിൽ മാറ്റി മറിക്കാൻ പോകുന്നത് നോക്കാമല്ലോ. വാ വാ. അയ്യോ നല്ല ഐശ്വര്യമുള്ള സ്ത്രീ അല്ലേ? ഇവിടെ ഇരിക്കട്ടല്ലേ? അതെ, എപ്പോഴാണ് വിസ വരുന്നതെന്നൊന്നും അറിഞ്ഞൂടാ. അത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കണം. അതോടെ ഞങ്ങളുടെ ലൈഫിന്റെ സുവർണകാലം അവസാനിക്കും. അതുകൊണ്ട് കുറച്ച് കാശ് എന്തെങ്കിലും തരണം. കണ്ട ദേവൊത്തിരി മാറ്റം വന്ന് തരാന്ന് പറയുന്നത് കണ്ട. ശരി തന്നെ, തല കുലുക്കും പോലെ തോന്നി. അയ്യോ കണ്ടേ തല കുലുക്കുന്നു. അതോ ഇനി തല കുലുക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ്. തോന്നലായാലെന്ത്, നമുക്കത് തോന്നിച്ച് തന്നല്ലോ. അത് തന്നെ ശാരദേ, നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ മാറാൻ പോവുകയാണല്ലേ. എന്നുവെച്ചാ അത് സാഹിത്യ ഭാഷയാണ്, സാഹിത്യ ഭാഷ. സന്തോഷം വരുമ്പോ എനിക്കിങ്ങനെ സാഹിത്യം വന്നുവിടും. ഭൗതിക സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ ഭൗതികമായ സാഹചര്യങ്ങൾ. അതെന്താണെന്നാ ചോദിക്കുന്നേ? അതെന്താണെന്ന് വെച്ചാൽ TV, ഫ്രിഡ്ജ്, കാറ്, അതൊക്കെ ഭൗതികമായ സാഹചര്യങ്ങൾ. അപ്പോ വള, മാല, കമ്മൽ അതൊക്കെ അതും ഭൗതികമായ സാഹചര്യങ്ങൾ. അപ്പോ കാശൊക്കെ കിട്ടി ടൂർ പോകുന്നത് ഭൗതികം. അപ്പോ സാരി എടുക്കുന്നത്, ചുരിദാർ എടുക്കുന്നത് അതെല്ലാം ഭൗതികമായിട്ട് തന്നെ വരും. അപ്പോ ഭൗതികമല്ലാത്ത വേറെ സാഹചര്യം ഉണ്ടോ? ഉണ്ട്. ആത്മീയ സാഹചര്യം, മനസ്സിന്റെ വളർച്ച. ഈ പ്രതിമയിലൂടെ നമുക്ക് ഭൗതിക സാഹചര്യം തരാൻ പറയണോ അതോ ആത്മീയ സാഹചര്യം തരാൻ പറയണോ? സാരി വളയൊക്കെ ആത്മീയത്തിൽ പെടുത്തിയിട്ടേ ആത്മീയത വളർത്താൻ പറഞ്ഞാൽ മതി. അയ്യോ, ഒരു കാറ്റഗറിയിലുള്ളതിനെ വേറെ കാറ്റഗറിയിൽ പെടുത്താൻ വകുപ്പില്ല. ഒരു കാര്യം ചെയ്യാം, ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടേക്കാം. നടക്കുന്നെങ്കിൽ നടക്കട്ടെ അല്ലേ? നാരായണ ഭഗവാനെ, ഭാഗ്യം വരുന്നെങ്കിൽ ഇങ്ങനെ വേണം വരാൻ. എന്റെ പൊന്നച്ചോ. എന്തല്ലേ ചേച്ചി? ഹായ്പു. എന്താ ഹായ്പു കുഞ്ഞേ, ഹായ്പു. കണ്ട ഒരു തവള, പക്ഷെ സ്വഭാവത്തിലും പുലിയാണ്, പുലി. ചേച്ചി വ്യക്തമായിട്ട് കാര്യം പറ. എനിക്ക് ഒരു ദിവ്യം തന്നതാണ്, വലിയ ശക്തിയുള്ള തവള. ഇപ്പോ വാസ്തുപരമായിട്ടാണല്ലോ വീടലങ്കാരം. പാച്ചിയോ പൂച്ചയോ അങ്ങനെ വാസ്തുവിധി പ്രകാരം വീട്ടിൽ വെക്കുന്ന സാധനമാണ് ഈ തവള. ഹായ്പു എന്നാണ് പേര്. അത് വെച്ചാല് ധനം വന്ന് നിറയും. സത്യം? സത്യമാണെന്ന്. അത് വന്നു, ധനവും വന്നു തുടങ്ങി. വാസ്തവ ചേച്ചി? വാസ്തവം ചേച്ചി. എന്നാ എനിക്കും അങ്ങനെ ഒരു ഹൈഫൈ കൊണ്ടു തരുമോ? അയ്യോ കുഞ്ഞെ, ഞാനതൊരാൾക്ക് കൊടുത്തു പോയല്ലോ. ലീലാവതി കുഞ്ഞിന്. ആയിപ്പൂനെ കണ്ടതും ഒരേ പിടിയായിട്ട് നിന്ന് 500 രൂപ തരാന്ന് പറഞ്ഞു. അല്ല, രൂപയ്ക്ക് വേണ്ടിയല്ല, ഒരു സ്നേഹം കയറിയിട്ട് ഞാനും കൊടുത്തു പോയി കുഞ്ഞെ. രൂപയും കിട്ടി. അതാ അവിടെ രൂപ വന്ന് കുവിയണത്. അത് ശരി. ശമ്പളം കൂടുതൽ തരുന്നവള് ഞാന്, എന്നിട്ട് വിലപ്പെട്ട ഒരു സാധനം കിട്ടിയപ്പോ കൊണ്ടു കൊടുത്തിരിക്കുന്ന അവൾക്ക്. വേണ്ട ചേച്ചി, ഒന്നും ചേച്ചി പറയണ്ട. എന്നോട് ഒരു സ്നേഹവും ചേച്ചിക്കില്ല. എന്നാൽ ഇത്രയും നല്ലൊരു സംഗതി കിട്ടിയിട്ട് കരയാതെ കുഞ്ഞെ, കരയാതെ. ലേ ചേച്ചി പറയണ കേക്ക്. പറയട്ടടാ, ഒന്ന് കണ്ടിട്ടേ ലേ ചേച്ചി വേറൊന്ന് ചെയ്യൂ. ഒരു അടിപൊളി യന്ത്രം, ഒരു ദിവ്യം ലേ ചേച്ചിക്ക് തന്നിട്ടുണ്ട്. അത് ഞാൻ കുഞ്ഞിന് തരും. സത്യം സത്യം സത്യം, കണ്ട ടൈം സത്യം. ഈ രാത്രി ഇരുണ്ട് വെളുത്ത് കിഴക്കുണർന്നോട്ടെ, കുഞ്ഞിനും കിട്ടും ഒരു പ്രതിമ. ചേച്ചി, ഹായ്ഫു എന്ന് പറഞ്ഞ പോലെ അതിനും പേരുണ്ടോ? പിന്നെ അതിന്റെ പേര് മാഞ്ചി. മാഞ്ചി? മാഞ്ചി പേരാ? ചേട്ടതി, 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 ചില പ്രശ്നങ്ങളുണ്ട് കേട്ടാ. എന്താ സൂണ? ഈ കൈഫുണ്ടല്ലോ, ആള് നമ്മൾ വിചാരിക്കും പോലെ ഒന്നും അല്ല. എന്താ? ഇത് ഭയങ്കര സൈസാണെന്ന് അപ്പുറത്ത് സൈസ് ചേച്ചിയാണ് പറഞ്ഞത്. ഹായ്ഫു 2 തരം ഉണ്ടെന്ന്. നമുക്ക് ലേ ചേച്ചി കൊണ്ടുവന്നിരിക്കുന്നില്ലേ, ഇത് കുഴപ്പം പിടിച്ച ഹായ്ഫു ആണ്. കുഴപ്പം പിടിച്ച ഹായ്ഫു. ഈ ഹായ്ഫു ഇരിക്കുന്ന വീട്ടിലെ അസുഖം, അന്തഛിദ്രം, ദാരിദ്ര്യം ഒക്കെ ഉണ്ടാവുമെന്ന്. ഒരുപാട് വീടുകൾ ഈ ഹായ്ഫു കാരണം മുടിഞ്ഞു പോയിട്ടുണ്ടെന്ന്. ചുമ്മാ വെറുതെ പോടാവിടുന്ന് പേടിപ്പിക്കാനായിട്ട് ഓരോരോ നമ്പറുകളും പറഞ്ഞോണ്ട്. അല്ല, പറയുന്ന കേട്ടിട്ട് സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്നേഹത്തോടെ ഇരിക്കുന്ന ഭാര്യയും ഭർത്താവും ഒരു കാര്യമില്ലാതെ വഴക്കിടുമെന്നാണ് അവർ പറയുന്നത്.